ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കട്ടെ. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും. ഇതോട് ചേർന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം കൂടെ വായിക്കട്ടെ. യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴികളിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു ദേശത്തോടുള്ള ഉടമ്പടി ചെയ്ത ദൈവം പിൽക്കാലങ്ങളിൽ ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്ന് ആ വ്യക്തിയെ വിളിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. പിന്നീട് തുടർന്ന് മുൻപോട്ട് വരുമ്പോൾ ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം, ആ വ്യക്തി അബ്രഹാം എന്ന വ്യക്തി കുടുംബമായിട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം കുടുംബമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ആയിത്തീരേണ്ടതിനാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തതെന്ന് ഈ വാക്യങ്ങളിലൂടെ വ്യക്തമാക്കി തന്നിരിക്കുന്നു. ദൈവം എക്കാലത്തും ജീവിതങ്ങളോട് ഇടപെട്ട് അവരെ കൃപയിലേക്ക് നടത്തി. അവർ മാത്രമല്ല, പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം കൊടുത്ത ആ വാഗ്ദത്തം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തത് നാമും നമ്മുടെ കുടുംബവും കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് അവിടുത്തെ വഴികളിലൂടെ നടന്ന് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. നാം ഫലം കായ്ക്കുന്നവർ ആ ഫലം നിലനിൽക്കുന്നതായി തീരുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം ദൈവമക്കളായി തീർന്ന നാം കർത്താവിന് വേണ്ടി എത്ര ഫലം കായ്ക്കുന്നുണ്ട്? നിലനിൽക്കുന്നതായ ഫലം. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ള ഫലങ്ങൾ അത് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ കത്തിച്ചാമ്പലായിത്തീരും. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ തീയിലൂടെ കിടക്കുമ്പോൾ അധികം ശോഭയുള്ളതായി അധികം മഹത്വമുള്ളതായി തീരുവാൻ ഇടയായിത്തീരും. നമ്മുടെ പ്രവൃത്തികൾ ഏതുവിധം? മരം, പുല്ല്, വൈക്കോലോ, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് എന്നിവയോ? നമുക്ക് ശോധന ചെയ്യാം. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് നാം ഫലം കായ്ക്കേണ്ടതിന്, അധികം ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ആക്കി വച്ചിരിക്കുന്നു. നമ്മെ വിളിച്ചു. ആ വിളി കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആ വിളിയോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെ? ആ വിളിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ചുവടുവയ്പ് വയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.